കോഴിക്കോട് ബേപ്പൂർ ഹാർബറിൽ ഉപയോഗശൂന്യമായി മാറിയിരിക്കുന്ന ലക്ഷങ്ങൾ ചെലവിട്ട് നിർമ്മിച്ച ക്യൂബ് ഐസ് പ്ലാന്റും ശീതീകരണ മുറിയെക്കുറിച്ചാണ് ഈ വാർത്ത. എന്തായാലും ഇപ്പോൾ ഉപ്പുകാറ്റേറ്റ് തുരുമ്പെടുത്ത് നശിക്കുകയാണ് ഈ സ്ഥാപനം എന്നിടത്താണ് കാര്യങ്ങൾ നിൽക്കുന്നത്. ബേപ്പൂർ ഹാർബർ വികസനത്തിന്റെ ഭാഗമായാണ് എനിക്ക് പുറകിൽ കാണുന്ന ഈ ഐസ് പ്ലാന്റ് നിർമ്മിച്ചത്. 15 വർഷം മുൻപ് 1.5 കോടി രൂപ ചിലവിട്ടായിരുന്നു നിർമ്മാണം. എന്നാൽ ഇന്ന് ഈ നിമിഷം വരെ 1 മിനിറ്റ് പോലും ഈ ഐസ് പ്ലാന്റ് പ്രവർത്തിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സമുദ്രോൽപ്പന്ന കയറ്റുമതി വികസന അതോറിറ്റിയാണ് 2009 ഹാർബറിൽ ആധുനിക ഐസ് പ്ലാന്റ് നിർമ്മിച്ചത്. ശുദ്ധജല ഐസ് നിർമ്മാണമായിരുന്നു ലക്ഷ്യം. മത്സ്യം കേടാകാതെ സൂക്ഷിച്ച് വിവിധ കമ്പനികളിലേക്ക് അയക്കാൻ ലക്ഷ്യമിട്ട് ശീതീകരണ മുറിയും നിർമ്മിച്ചു. എന്നാൽ ശുദ്ധജലത്തിനായി കിണർ കുഴിക്കാതെയും വൈദ്യുതി ലഭ്യമാക്കാതെയുമായിരുന്നു പ്ലാന്റ് നിർമ്മാണം. ഇതിന്റെ ഫലമായി പ്ലാന്റിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞില്ല. യാതൊരുവിധ പ്രവർത്തനവും നടക്കാതായതോടെ പ്ലാന്റ് തുരുമ്പെടുത്തു, പ്രവർത്തനയോഗ്യമല്ലാതായി. ഇവിടുന്ന് മത്സ്യങ്ങൾ കയറ്റുമതിക്ക് വേണ്ടി ഇങ്ങനെ ഒരു ഐസ് പ്ലാന്റ് അത്യാവശ്യമാണെന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മളിതിനെ സമ്മതിച്ചത്. അപ്പോൾ അന്നും നമ്മൾ ഈ വെള്ളത്തിൻ്റെ കാര്യം അവരോട് ഉന്നയിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് പെട്ടെന്ന് ഇത് പണി തീരുമ്പോഴത്തേക്ക് ഈ വെള്ളവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നതാണ് പറഞ്ഞത്. പക്ഷേ ഇന്നത്തെ തീയതി വരെ വെള്ളമില്ല, ഇലക്ട്രിസിറ്റി ഇല്ല. ഇതൊരു ട്രയൽ റണ്ണിങ് പോലും ഇതുവരെ നടത്തിയിട്ടില്ല. ഇതാണെങ്കിൽ മത്സ്യത്തിന് വില കുറയുന്ന സമയത്ത് സൂക്ഷിക്കാനുള്ള 2 സ്റ്റോറേജും കൂടെ ഇതിനോട് ബന്ധപ്പെട്ട് നിർമ്മിച്ചിട്ടുണ്ട്. അതിനും ഇലക്ട്രിസിറ്റിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ വേണം. അതും ഇതുവരെ അതേമാതിരി തന്നെ നിൽക്കണം. പ്ലാന്റിന്റെ പ്രവർത്തനം മത്സ്യഫെഡിനെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചെങ്കിലും വെള്ളവും വൈദ്യുതിയും ഇല്ലാത്തതിനാൽ ഏറ്റെടുത്തില്ല. ഉപകരണങ്ങൾ തുരുമ്പെടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട സമുദ്രോൽപ്പന്ന കയറ്റുമതി വികസന അതോറിറ്റി 8 വർഷം മുൻപ് 10 ലക്ഷത്തോളം രൂപ ചിലവഴിച്ച് അറ്റകുറ്റപ്പണികൾ നടത്തി. എന്നിട്ടും പ്രവർത്തനം ആരംഭിക്കാതെ വന്നതോടെയാണ് പ്ലാന്റ് പൂർണ്ണമായും നശിച്ചത്. ഇനിയുള്ള ഏക വഴി പ്ലാന്റും മറ്റുപകരണങ്ങളും അവിടെ നിന്ന് പൊളിച്ചു നീക്കുന്നതാണെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. അങ്ങനെ സ്ഥലപരിമിതി മൂലമുള്ള ബുദ്ധിമുട്ടെങ്കിലും മറികടക്കാമെന്നാണ് തൊഴിലാളികളുടെ വാദം. ലക്ഷങ്ങൾ ചിലവിട്ട് നിർമ്മിച്ച ഐസ് പ്ലാന്റും അനുബന്ധ ഉപകരണങ്ങളും കൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് യാതൊരുവിധ ഉപകാരവും ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. തുരുമ്പെടുത്ത് നശിച്ച ഈ ഉപകരണങ്ങൾ അവിടെ നിന്ന് മാറ്റണമെന്ന് മാത്രമാണ് ഇവരുടെ ആവശ്യം. കോഴിക്കോട് നിന്ന് മുനീഫ് തിരൂരിനൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24. പൊതുജനം കഴുതയല്ല സാർ. നമുക്കറിയാം, ദീർഘവീക്ഷണമില്ലാതെ നടപ്പാക്കുന്ന പദ്ധതികൾ സർക്കാരിന് ബാധ്യതയാകുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബേപ്പൂരിലെ ഐസ് പ്ലാന്റ്. പൊതുഖജനാവിലെ ലക്ഷങ്ങൾ പാഴാക്കിയതിൻ്റെ ഉത്തരവാദി ആരായാലും നടപടി വേണമെന്നാണ് ജനങ്ങൾ പറയുന്നത്. അവിടെ പ്രതികരണം. ഇത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ എന്ന് പറഞ്ഞിട്ട് ഓർക്ക് ഒരു ഉപകാരത്തിന് വേണ്ടിയിട്ട് അത് ചെയ്തത്. അന്നത്തെ 20 ലക്ഷം ഉറുപ്പ്യാണ് അന്ന് അതിന് ടാർഗറ്റ് ഇട്ട്. ചില്ലൈസ് എന്ന് പറഞ്ഞത് ഇവിടെ നിന്ന് തന്നെ നിർമ്മിക്കുക, ഇവിടെ നിന്ന് തന്നെ ബോട്ടുകാർക്ക് എടുത്തുകൊണ്ടാകും. പക്ഷെ ഒരു ബ്ലോക്ക് ഐസ് പോലും വന്നിട്ടില്ല. ഇവിടുത്തെ യാത്രാ സൗകര്യവും എല്ലാം മുടങ്ങിക്കിടക്കുക. ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ. ഇതൊന്നും എടുത്ത് മാറ്റി കിട്ടിയാൽ മതി. ഇവിടെ കോടിക്കണക്കിന് ഉറുപ്പിൻ്റെ അടുത്ത് മുടക്കി എന്നാണ് പറയണേ. ഇത് മുടക്കിയിട്ട് തന്നെ ഒരു 10-15 വർഷമായി. ഇതിങ്ങനെ പ്രവർത്തിക്കാതെ നിന്നിട്ട് കാര്യമില്ലല്ലോ. ഇത് പൊളിച്ചു പോയി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ഇവിടെ വികസനം വരുമല്ലോ. അപ്പോൾ അതിനെക്കൊണ്ട് എത്രയും പെട്ടെന്ന് പൊളിച്ചു പോകാനാണ് അഭിപ്രായം. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. വണ്ടി വരാനും പിടിക്കാനൊക്കെ പാടാം. 2 വണ്ടി വരാൻ കഴിയില്ല ഐസിന്. അപ്പോൾ അതിൽ നിന്ന് പൊളിച്ചു കൊണ്ടുപോകണമെന്നല്ലേ.